ചാലക്കുടിയിൽ വീണ്ടും പുലിയെ കണ്ടു. SH കോളേജിന് സമീപത്തെ കൃഷിയിടത്തിലാണ് പുലിയെ കണ്ടത്. റിട്ടയേർഡ് സർക്കാർ ഉദ്യോഗസ്ഥനായ രാധാകൃഷ്ണനാണ് പുലിയെ കണ്ടത്. ഏതാനും ദിവസം മുമ്പ് കണ്ണമ്പുഴ റോഡിന് സമീപം വീട്ടുവളപ്പിൽ പുലിയുടെ ദൃശ്യം CCTVയിൽ പതിഞ്ഞിരുന്നു. ഇതേ തുടർന്ന് പ്രദേശത്ത് വനംവകുപ്പ് പുലിക്കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. മേഖലയിൽ ഡ്രോൺ പറത്തി പുലിയെ നിരീക്ഷിക്കുമെന്ന് വനംവകുപ്പ് വ്യക്തമാക്കി. തെർമൽ ക്യാമറയും പ്രദേശത്ത് സംഘടിപ്പിക്കും. നഗരമേഖലയിൽ പുലിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. ചാലക്കുടി വിവിധ പ്രദേശങ്ങളിലൊക്കെ നേരത്തെ കണ്ണമ്പുഴ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് കണ്ട പുലിയുടെ ഒരു രൂപവും സാദൃശ്യമുള്ള മൃഗങ്ങളെ കണ്ടതായിട്ട് പലരും സൂചിപ്പിക്കുകയുണ്ടായി. എല്ലാവരും കണ്ടത് പുലിയെ തന്നെ ആവണമെന്നില്ല. ഒരു പക്ഷേ മനുഷ്യരുടെ മനസ്സിലിപ്പോൾ ഉള്ള ഒരു ഭയവും പേടിയും ഒക്കെ കാരണം കൊണ്ട് സ്വാഭാവികമായി പലർക്കും അങ്ങനെ തോന്നാം. എല്ലാവരും ഇക്കാര്യത്തിൽ ഒരു ജാഗ്രത പാലിക്കണം. പലരും ഇതൊരു ലാഘവ ബുദ്ധിയോട് കൂടിയിട്ടാണ് പ്രതികരിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അവരുടേതായ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ഒരു സമയമാണ്. ആവശ്യമായ പരിശോധനകളൊക്കെ നമുക്ക് അവരവരുടെ വീടുകളിലെ CCTVകളുള്ളവർക്ക് അത് പരിശോധിക്കാം. അല്ലെങ്കിലും ആവശ്യമായിട്ടുള്ളൊരു നിരീക്ഷണം കഴിയാവുന്ന രീതിയിൽ എല്ലാവരും അത് നടത്തണം. കൂടുതൽ വിവരങ്ങളുമായിട്ട് MLA TG സനേഷ് കുമാർ ജോസഫ് ചേരുകയാണ്. ശ്രീ TG സനേഷ് കുമാർ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയായിരുന്നു കൊരട്ടിയിലും അത് കഴിഞ്ഞ് ചാലക്കുടിയിലും പുലി ഇറങ്ങി എന്നുള്ളത്. അപ്പോൾ വീണ്ടും ചാലക്കുടിയിൽ പുലിയെ കണ്ടു എന്ന് വാർത്ത വരുമ്പോൾ ജനങ്ങൾ ഒരുപാട് ആശങ്കയിലാണ്. ഇതിനോടകം എന്തൊക്കെ മാർഗങ്ങളാണ് ഈ ഒരു ആശങ്കയെ മറികടക്കാൻ സ്വീകരിച്ചത്? ഇനി മറ്റെന്തൊക്കെ മാർഗങ്ങളിലേക്കാണ് നീങ്ങാനായിട്ട് പോകുന്നത്? ചാലക്കുടിയില് പുലിയുടെ സാന്നിധ്യം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ സത്യമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇന്നലെ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്ന ആദ്യം പുലിയെ കണ്ട പ്രദേശത്ത് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 4 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് RRT ടീം പരിശോധനകൾ നടത്തുന്നുണ്ട്. ഇന്ന് രാവിലെ SH കോളേജിന്റെ സമീപ പ്രദേശത്ത് പുലിയെ കണ്ടതായിട്ട് അവിടെ നിന്നുള്ള അറിയിപ്പ് കിട്ടിയതനുസരിച്ച് അവിടെയും പ്രദേശം തെരച്ചിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ കൂടുതൽ ക്യാമറകൾ സ്ഥാപിച്ചും ഫോറസ്റ്റിന്റെ തെരച്ചിൽ ഊർജിതമാക്കിയും ജാഗ്രതാ സമിതിയും രൂപീകരിച്ചുകൊണ്ടും ഒക്കെയുള്ള നടപടികൾ എടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ. പല ആളുകളുടെ ഇടയിലും ചർച്ചയായിട്ടുള്ളൊരു വിഷയം മാറി. പ്രത്യേകിച്ച് ഇപ്പോൾ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാലും വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സമയമാണ്. പലപ്പോഴും നഗരമേഖല ആയതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടിയും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. പക്ഷേ ചിലരെങ്കിലും ഒരു ലാഘവ ബുദ്ധിയോട് കൂടി, നേരത്തെ നമ്മൾ കേട്ടതുപോലെ ലാഘവ ബുദ്ധിയോട് കൂടി ഇതിനെ സമീപിക്കാറുണ്ട്. അപ്പം എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ജനങ്ങൾക്ക് നമുക്ക് നൽകാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഗരസഭയിൽ ഇന്നലെ മീറ്റിംഗ് ചേർന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ കൗൺസിലർമാർക്കും ജനപ്രതിനിധികൾക്കും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാര് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരുടെ ഒരു ജാഗ്രതയും അവരുടെ ഒരു RRT ടീമിന്റെ ഇടപെടലും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോ പുലർച്ചെയും രാത്രിയിലും ഒക്കെ കുട്ടികളെ ശ്രദ്ധിക്കാനായിട്ട് വീടുകൾക്കൊക്കെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നന്ദി ശ്രീ TG സനേഷ് കുമാർ, ഈ ഒരു അവസരത്തിൽ വിവരങ്ങൾ നൽകിയതിന്. ചാലക്കുടിയിലാണ് വീണ്ടും കണ്ടത്. SH കോളേജിന് സമീപത്തെ കൃഷിയിടത്തിലാണ് പുലിയെ കണ്ടത്. അപ്പോൾ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ പുലിയെ നിരീക്ഷിക്കുന്നതിനായിട്ട് മേഖലയിൽ ഡ്രോൺ പറത്തി നിരീക്ഷിക്കുന്നതിനായിട്ടുള്ള സംവിധാനങ്ങളും കൂടെ ഒരുക്കിയിരിക്കുന്നു. അതേസമയം ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ തന്നെ കൗൺസിലർമാർക്കും അതിനുള്ള നിർദ്ദേശങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്.